ഹായ് ഡിയേഴ്സ്, ഗവൺമെൻറ് നമ്മൾ അറിയിച്ചിരിക്കുന്ന പോലെ ഓഗസ്റ്റ് 2nd വീക്കിലായിരിക്കും ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വളരെ കുറച്ച് ദിവസം മാത്രമാണ് നമ്മളെ മുന്നിലുള്ളത്. പ്ലസ് വണ്ണിൽ നമുക്കറിയാം, നമുക്ക് എക്സാംസ് ഉണ്ടായിരുന്നില്ല. ആകെ സ്കൂളുകാർ കണ്ടക്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് മാത്രമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പ്ലസ് ടുവിൽ അങ്ങനെയല്ല. പ്ലസ് ടുവിൽ നമുക്ക് ഗവൺമെൻറ് നടത്തുന്ന ഒരു എക്സാം ഉണ്ടായിരിക്കും. അതായത് എല്ലാ സ്കൂളുകളിലും കോമൺ ആയിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എത്ര ചാപ്റ്റേഴ്സാണ് ഓണം എക്സാമിലേക്ക് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്? ആദ്യത്തെ 5 ചാപ്റ്റേഴ്സാണ് നമുക്ക് സിലബസ് എന്ന് പറയുന്നത്. ആദ്യത്തെ ചാപ്റ്റർ കോറിലേഷൻ അനാലിസിസ്, സെക്കൻഡ് ചാപ്റ്റർ റിഗ്രഷൻ അനാലിസിസ്. ഈ 2 ചാപ്റ്റേഴ്സും ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ഒന്ന് പഠിച്ചാൽ മാത്രമാണ് മറ്റേതിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് വെയിറ്റേജ് പറയുകയാണെങ്കിൽ നമ്മുടെ 13 ചാപ്റ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ തന്നെ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് തന്നെ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് റിഗ്രഷൻ അനാലിസിസ്. മൂന്നാമത്തെ ചാപ്റ്റർ എലിമെൻ്ററി കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ അത്രയധികം വെയിറ്റേജ് ഇല്ല, ചെറിയൊരു ചാപ്റ്ററാണ്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം വരുന്ന ഒരു പോർഷനാണ് എലിമെൻ്ററി കാൽക്കുലസ് എന്ന് പറയുന്നത്. ആൻഡ് ഫോർത്ത് ചാപ്റ്റർ റാൻഡം വേരിയബിൾസ്, വലിയൊരു ചാപ്റ്ററാണ്. അതിനനുസരിച്ച് നമുക്ക് വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ് റാൻഡം വേരിയബിൾസ്. സോ ഇമ്പോർട്ടൻ്റ്ലി പറയുകയാണെങ്കിൽ നിങ്ങൾ കോറിലേഷൻ അനാലിസിസും അതേപോലെ തന്നെ റാൻഡം വേരിയബിൾസിനും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ടതുണ്ട്. ആൻഡ് ലാസ്റ്റ് ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. അതും വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ആകെ 2 ഡിസ്ട്രിബ്യൂഷൻസ് മാത്രമാണ് നമ്മളതിൽ പഠിക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഓണത്തിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് പഠിച്ചു തുടങ്ങേണ്ടത്? ഈ 5 ചാപ്റ്റേഴ്സിലും വരുന്ന ഇക്വേഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതി വെക്കണം. ആ ഇക്വേഷൻസ് എഴുതി വെച്ചിട്ട് ഓരോ ക്വസ്റ്റ്യനും കാണുന്ന സമയത്ത് ഏത് ഇക്വേഷനായിട്ടാണ് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, ഈ കാര്യം നോക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. സോ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നിങ്ങൾ എക്സാംസിന് പ്രിപ്പറേഷൻ ഇപ്പം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമല്ല, ബാക്കി ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച രീതിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കുള്ളൂ. സോ ഇതുപോലെ പഠിച്ചു തുടങ്ങുക. ഓൾ ദ വേ.